Praise the Lord. Hallelujah. Praise Jesus. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരുന്നു. അമ്മയെ നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ഇന്ന് രാത്രിയിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി ലൈവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. പകലിന്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടെയിരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുടെ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുകയാണ്, ഞങ്ങളങ്ങ് സ്തുതിക്കുകയാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. കണ്ണുനീരോടെ, വേദനയോടെ, ആകുലതയോടെ ആരെങ്കിലും ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാ. ഇന്ന് പകലിലും അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങൾ ഓർത്തുകൊണ്ട് കുടുംബമായ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാ. ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് ഒരുമിച്ച് പാടുവാൻ കർത്താവേ കൃപ നൽകണമേ. ആ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച ആ കൂട്ടായ്മയ്ക്കകത്ത് ഇറങ്ങിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യയാന്ന് ഭാഗമായിട്ട് കർത്താവെ ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിക്കുമ്പോൾ ആ മൈലുകൾക്ക് അപ്പുറത്ത് ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ശക്തിയോടെ വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. ഒരു പാപിയെങ്കിലും മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, അത് രോഗികൾ സൗഖ്യമാകുവാൻ സ്വർഗമിടയാക്കണം. വിശുദ്ധൻ തന്നെ തന്നെ ശുദ്ധീകരിപ്പാൻ, നീതിമാൻ തന്നെ തന്നെ ദൈവ കരങ്ങളിൽ ആഴമായി സമർപ്പിക്കുവാൻ, ദൈവത്തോട് അടുക്കുവാൻ ഇന്ന് രാത്രി ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്നവർ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും പ്രാപിപ്പാൻ ഇടയാകട്ടെ. അതിയോടൊന്ന് പരിശുദ്ധാത്മാവൻ ദൈവം കൂടെയിരിക്കും. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ തട്ടി ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഇന്ന് രാത്രിയിലും സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ ദുർ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ ചരണങ്ങൾ പാടിയതിനു ശേഷം നമ്മൾ ഒരുമിച്ച് ആമേൻ ഇന്ന് രാത്രി ദൈവവചനം ആമേൻ ശ്രമിച്ച് പ്രാർത്ഥിച്ച് കൂട്ടായ്മ ആമേൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ ഇന്ന് പകലിലും അനേകര് നിരാശയോടെ വേദനയോടെ എൻ്റെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ച് ആകുലതയോടെ ആയിരിക്കുമ്പോൾ വിശ്വാസത്തോടെ ചുവടുവെച്ച ഒരു ദൈവപൈതലിന്റെ ഭാവിയെ ശുഭകരമാക്കി തീർക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിൽ അത് ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ദാരിയോസ് രാജാവിന്റെ കാലത്തും കോരശിന്റെ കാലത്തും ആമേൻ അതെ ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലും ഇന്ന് രാത്രിയിലും ആമേൻ നമ്മോട് കൂടെ ഇരുന്ന ദൈവം അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ പാടാം, നൃത്തത്തോടെ വാഴ്ത്താം, സർവശക്തൻ യേശുവേ ആരാധിച്ചിടാം, സർവശക്തൻ യേശുവേ ആരാധിച്ചിടാം. കൈത്താളത്താൽ പാടാം, ഭാഗ്യത്തോടെ സ്തുതിക്കാം, കൈത്താളത്താൽ പാടാം, ഭാഗ്യത്തോടെ സ്തുതിക്കാം. അത്യുന്നതനാം യേശുവേ ആരാധിക്കാം, അത്യുന്നതനാം യേശുവേ ആരാധിച്ചിടാം. അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല, സൗഖ്യം നൽകാതെ അയക്കുകയില്ല. അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല, സൗഖ്യം നൽകാതെ അയക്കുകയില്ല. എന്തിനാണീ ദുഃഖം, എന്തിനാണീ കണ്ണുനീർ, എന്തിനാണീ ദുഃഖം, എന്തിനാണീ കണ്ണുനീർ, സർവ
സർവശക്തനെല്ലാം അറിയുന്നല്ലോ. ഓ സർവശക്തനെല്ലാം അറിയുന്നല്ലോ. കണ്ണൂരിൽ മാറ്റും ദുഃഖമെല്ലാം നീക്കും. കണ്ണൂരിൽ മാറ്റും ദുഃഖമെല്ലാം നീക്കും. അവനൊന്നു തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. അവനൊന്നു തൊട്ടാൽ നീ സൗഖ്യമാകും. ഓ എന്റെ റാണി ദുഃഖം, എന്റെ റാണി കണ്ണുനീർ, എന്റെ റാണി ദുഃഖം, എന്റെ റാണി കണ്ണുനീർ. അവനൊന്നു നോക്കിയാൽ സൗഖ്യമാകും. അവനൊന്നു നോക്കിയാൽ സൗഖ്യമാകും. ഹല്ലേലൂയ പാടാം, ദുഃഖത്തോടെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം, ദുഃഖത്തോടെ വാഴ്ത്താം. സർവശക്തനെ യേശുവേ ആരാധിച്ചിടാം. ഓ സർവശക്തനെ യേശുവേ ആരാധിച്ചിടാം. കൂട്ടിനാരുമില്ല ഏകമെന്ന തോന്നൽ, കൂട്ടിനാരുമില്ല ഏകമെന്ന തോന്നൽ. ഏറി ഏറി ഹൃദയം തിരിക്കുന്നേരം, ഏറി ഏറി ഹൃദയം തിരിക്കുന്നേരം. കൂട്ടിനായി യേശു കൂടെയുണ്ട് എന്നും, കൂട്ടിനായി യേശു കൂടെയുണ്ട് എന്നും. അവനെപ്പോൾ സ്നേഹിക്കുക ആർക്കുമാവില്ല, അവനെപ്പോൾ സ്നേഹിക്കാൻ ആർക്കുമാവില്ല. ഓ ഹല്ലേലൂയ പാടാം, ദുഃഖത്തോടെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം, ദുഃഖത്തോടെ വാഴ്ത്താം. സർവശക്തനെ ആരാധിച്ചിടാം. സർവശക്തനെ ആരാധിച്ചിടാം. ഹല്ലേലൂയ പാടാം, ദുഃഖത്തോടെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം, ദുഃഖത്തോടെ വാഴ്ത്താം. സർവശക്തനെ ആരാധിച്ചിടാം. സർവശക്തനെ ആരാധിച്ചിടാം. ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയാൽ, ദൈവ കൃപയാൽ. കൃപയേ കൃപയേ ദൈവ കൃപയേ. ഞാൻ തകർന്നു പോകാഞ്ഞതും കൃപയേ ദൈവ കൃപയേ. ആപത്തിൽ താങ്ങിയതും കൃപയേ ദൈവ കൃപയേ. സൗഖ്യം എന്നിൽ നൽകിയതും കൃപയേ ദൈവ കൃപയേ. കൃപയേ 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 ദൈവ കൃപയേ. ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയാൽ, ദൈവ കൃപയാൽ. കൃപയാൽ 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 ദൈവ കൃപയാൽ. Praise the Lord. Hallelujah. ആമേൻ. അവനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ തക്കവണ്ണം ആമേൻ നമ്മെ താങ്ങിയ ആമേൻ ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ആമേൻ നാം വീണുപോകാതെ തകർന്നു പോകാതെ നിൽക്കുവാൻ തക്കവണ്ണം ആമേൻ നമ്മെ ശക്തനാക്കിയ ദൈവത്തിന്റെ കൃപ ഇന്ന് പകലിലും അനുഭവിച്ച ആരെങ്കിലും ഈ ലൈവിൽ ആമേൻ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ആ കരങ്ങൾ അടിച്ച് അവരുടെ തുറന്ന്
നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കൂട്ടിനാരുമില്ലെന്ന് തോന്നുന്ന അതേ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരാറുണ്ട്. ഏകനെന്ന് തോന്നൽ അതേ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ. അവിടെയെല്ലാം നമ്മുടെ കൂടെ നിന്ന് സഖിയായി ഭയപ്പെടാണ്ട എന്ന് പറഞ്ഞ് നമ്മെ കൈപിടിച്ച് നടത്തുന്ന നല്ല നാഥന്റെ സാന്നിധ്യം ഇന്ന് പകലിലും അനുഭവിച്ചവർ ഇന്ന് രാത്രി അല്പസമയം ഒരുമിച്ചായിരിക്കുമ്പോൾ അതിരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് സ്തുതികളിമേ വസിക്കുന്ന സർവശക്തൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കഥമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താൽ ഇന്നലെ കണ്ട പലരും ഇന്ന് ഭൂമിയുടെ മുഖത്തില്ല. ഹല്ലേലൂയ. ഇന്നലെ മിന്നിയ അനേകര് ഹല്ലേലൂയ ഇന്ന് ഭൂമിയുടെ പരപ്പിലില്ല. ഹല്ലേലൂയ. ഉന്നത ശ്രേഷ്ഠന്മാർ ഹല്ലേലൂയ പലരും മണ്ണോട് മണ്ണായപ്പോൾ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള കഴിവുകളും പ്രശംസിക്കുവാൻ ക്രൂശിലല്ലാതെ മറ്റൊന്നും ഇല്ലാതിരിക്കെ ഹല്ലേലൂയ ക്രൂശിൽ പ്രശംസിക്കുന്ന എനിക്കും നിങ്ങൾക്കും തളരാതെ പോകത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകത്തെ പകർന്ന് നമ്മെ ജയകരമായി മുമ്പോട്ട് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്താൽ മൗനമായി ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കഴിയത്തില്ലെന്നേ. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒരുമിച്ചായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ഇന്ന് രാത്രി ആത്മാവിന്റെ വലിയ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവിൽ ഉണ്ടായിരുന്ന പലരെയും കാണുവാനില്ല. ഹല്ലേലൂയ. അതെ പലരും അതെ കാണാനില്ല. എന്നാൽ ആരും മാറിയാലും മാറാത്തവനായി നമ്മോട് കൂടെയുള്ള ഒരു നല്ല ദൈവം ഇന്ന് പലരിലും നമ്മെ ജയകരമായി നടത്തിയെങ്കിൽ അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്കായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനം മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 24-ാം വാക്യമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നത് ഒരു നിരന്തരമായ യാത്രയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ വചന ചിന്തയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ്: വിശ്വസിക്കുന്നത് ഒരു നിരന്തരമായ യാത്രയാണ്. പാതി വഴിയിൽ നിലച്ചു പോകുന്ന ഒരു യാത്രയല്ല. ആമേൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഒരു നിശ്ചയമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. നിരന്തരമായിട്ടുള്ള ഒരു യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാ സിയോൻ വിശ്വാസികൾ, സിയോൻ യാത്രക്കാർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും, വിശ്വാസ തോണിയിൽ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് അതിനെ തുറന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. വിശ്വാസ തോണിയിൽ യാത്ര ചെയ്യുന്ന എന്നെയും നിന്നെയും മുക്കിക്കളയുവാൻ പടകിന് നേരെ അലയടിച്ചുയരുന്ന തിരമാലകളെ ശാന്തമാക്കുവാൻ അധികാരമുള്ള നാഥൻ അതേ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്നവർ പറഞ്ഞ കരമടിച്ച് മഹത്വം കൊടുക്കാറ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിച്ച അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പകലിലും അതെ പ്രഭാതത്തിലും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പ്രാർത്ഥിച്ചവരാണല്ലോ ഞാൻ നിങ്ങൾ. ഹല്ലേലൂയ. ലോകത്തിൽ എവിടെ നോക്കിയാലും പ്രാർത്ഥിക്കുന്നവരെ കാണാം. വിവിധ രീതികളിൽ, വിവിധ ശൈലികളിൽ. പൗലോസ് പറയുന്നു, ഞാൻ ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ദൈവം ഉപയോഗിച്ച അഭിഷക്തന്റെ അധരത്തിലൂടെ വെളിയിലേക്ക് വന്ന ശബ്ദം ഇങ്ങനെയാ: ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ.
ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. അക്ഷരങ്ങൾ കൂട്ടി വായിക്കണമെങ്കിൽ ബുദ്ധി വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അവൻ ബുദ്ധിപരമായി കാര്യങ്ങൾ ചിന്തിച്ച് പലതും ചെയ്ത് ജീവിക്കുന്നവരെ നമുക്ക് ചുറ്റുമുണ്ട്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച പുരുഷാരത്തോട്, താൻ തെരഞ്ഞെടുത്ത തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് പകലിലും പ്രാർത്ഥിച്ചവരെ ആണല്ലോ ഞാൻ നിങ്ങൾ, എങ്ങനായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. യാചിക്കുക. കർത്താവേ, നീ എനിക്ക് ചെയ്ത് തരണം. തരണമെന്ന അധികാരത്തോടെ ഹല്ലേലൂയ പറയുന്നതല്ല പ്രാർത്ഥന. യാചിക്കുക. താഴ്മയോടെ, വിനയത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതെങ്ങനെയാ? ഹല്ലേലൂയ. എയറോഡ്രമിൽ നിന്ന് അവൻ കയറി എയറോപ്ലെയിൻ ഇവിടുന്ന് ആകാശത്തിലൂടെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ എയറോപ്ലെയിൻ ടിക്കറ്റ് എടുത്ത് അവൻ ആ ടൈമിൽ അതിനകത്ത് കയറിയ വ്യക്തി കയറി കഴിഞ്ഞല്ല, കയറുന്നതിന് മുമ്പേ വിശ്വസിക്കണം, ഞാൻ ടിക്കറ്റ് എടുത്താൽ എനിക്ക് ആ എയറോപ്ലെയിനിൽ കയറാൻ ഒക്കും. ആമേൻ. ആ എയറോപ്ലെയിൻ ഇവിടുന്ന് പൊങ്ങി ആമേൻ ആ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ ഇറങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പേ ആ വ്യക്തിക്ക് ഒരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടിക്കറ്റ് എടുക്കുന്നത്. സ്തോത്രം. ആ സമയത്ത് പ്ലെയിൻ വരും, ആ സമയത്ത് പ്ലെയിൻ ഇവിടുന്ന് പൊങ്ങും. ആമേൻ. അതെ, ആ നിശ്ചയിച്ച സ്ഥലത്ത് പ്ലെയിൻ ഇറങ്ങും. ആമേൻ. അതിൽ ടിക്കറ്റ് എടുത്ത് വിശ്വസിച്ച് കയറിയിരിക്കുന്ന ഞാൻ അവിടെ എത്തുമെന്നുള്ള വിശ്വാസം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഭയം കൂടാതെ ആ പ്ലെയിനിനകത്ത് ആമേൻ സമാധാനത്തോടെ യാത്ര ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥനയ്ക്ക് മുഴങ്ങാൻ മടക്കുന്ന നീയും ഞാനും അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാ പ്രാർത്ഥനയ്ക്ക് മുമ്പേ വിശ്വസിക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ ദൈവം മറുപടി നൽകി. ഹല്ലേലൂയ. നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. എന്ത് യാചിച്ചാലും എന്ന് പറഞ്ഞ തെറ്റായ രീതിയിൽ, അവൻ തെറ്റായ കാഴ്ചപ്പാടില്, തെറ്റായ മോഹങ്ങളിലൂടെ എന്ത് യാചിച്ചാലും അങ്ങനെയല്ല. ദൈവഹിതത്തിനൊത്തവണ്ണം എന്ത് യാചിച്ചാലും. ഒരാൾ വാഹനം പിടിച്ച് മരിക്കണമെന്ന് അവയെ യാചിച്ചാൽ നടക്കത്തില്ല. ഒരാൾ തകരണം, ഒരാൾ നശിക്കണം, അങ്ങനെ യാചിച്ചാൽ പ്രവർത്തിക്കുന്നവരല്ല ദൈവം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് മുഴങ്ങാൻ മടക്കുമ്പോൾ നിങ്ങളിൽ വിശ്വാസം, എന്താ വിശ്വാസം? പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് സംഭവിക്കുമായിരിക്കുമെന്നല്ല, പ്രാർത്ഥനയ്ക്ക് മുഴങ്ങാൻ മടക്കുമ്പോൾ തന്നെ ആമേ വിശ്വാസം ഉണ്ടാകണം. എന്റെ പ്രാർത്ഥന നിരസിക്കാതെ, എന്റെ കണ്ണുനീരിനെ മറികടക്കാതെ, എന്റെ ആവശ്യം ഇന്നതെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തോടത്രേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവന്റെ മകനെന്ന നിലയിൽ അവൻ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തിരിക്കുമെന്നുള്ള ഉറപ്പോട് വേണം പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ലോകത്തിൽ 2 തരത്തിലുള്ള ആളുകളെ കാണുവാൻ കഴിയും. ചെറിയ വിശ്വാസമുള്ളവരെയും വലിയ വിശ്വാസമുള്ളവരെയും. അത് വിശ്വാസത്തിൽ 2 തലമാണ്.
എന്നാൽ 2 ടൈപ്പ് ആളെന്ന് പറഞ്ഞത് ദൈവവിശ്വാസമുള്ളവരും ദൈവവിശ്വാസമില്ലാത്തവരും. ദൈവവിശ്വാസമുള്ളവരെ, ദൈവസഭയിൽ അംഗമായി ജീവിക്കുന്നവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആമേൻ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആമേൻ ദൈവ മക്കളെന്ന് ആമേൻ ലേവലിൽ ജീവിക്കുന്നവരോട് ഇങ്ങനെ പറഞ്ഞു, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ ലഭിക്കും. ആമേൻ. ശ്രദ്ധിച്ചേ, ലോകക്കാരായിരിക്കുന്ന സമയത്ത് ലോകത്തിലായിരുന്ന നിങ്ങളെയും എന്റെയും, അന്ധകാരത്തിൽ കിടന്ന എന്റെയും നിങ്ങളെയും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ആ സമയമുണ്ടല്ലോ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ദൈവം ആരെന്നറിയാതെ ജീവിച്ചിരുന്ന ആ സമയത്ത് ആമേൻ അവന്റെ ശബ്ദം കേട്ട് അവനോട് നിലവിളിച്ചാൽ ആ സെക്കൻഡിൽ വിടുതല. പ്രൈസ് ദി ലോർഡ്. ആ സെക്കൻഡിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അടുത്തൊരു തലമെന്ന് പറയുന്നത്, അങ്ങനെ വിശ്വസിച്ച് ദൈവസഭയ്ക്കായി ഇരിക്കുന്ന ഞാനും നിങ്ങളും ആമേൻ നിരന്തരമായ ഒരു യാത്രയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളായി മാറി ആമേൻ കർത്താവിന്റെ ആമേൻ അതേ സഭയുടെ അംഗമായി ആമേൻ കർത്താവിന്റെ മേശയുടെ പങ്കാളികളായി ജീവിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരണമെങ്കിൽ അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ ലഭിക്കും. മനസ്സിലായവർ മാത്രം ആമേൻ ആ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ. നീ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആമേൻ നീ ലോകക്കാരായിരുന്നപ്പോൾ ആമേൻ യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ ലഭിച്ച അവസരത്തിൽ ആമേൻ അവന്റെ ശബ്ദം കേട്ട നീ ആമേൻ യാചിച്ചാൽ അത് നിനക്ക് ലഭിക്കും, ഉറപ്പ്. ആമേൻ. എന്നാൽ അവിടെ നിന്ന് നീ ദൈവസഭയുടെ അംഗമായി സ്നാനപ്പെട്ട് കർത്താവിന്റെ മേശയിൽ നിന്ന് ഭാഗമാക്കാകുന്ന ഞാനും നീയും അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ആമേൻ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. ഹല്ലേലൂയ. ആമേൻ. 1 യോഹന്നാൻ 5:14 ഇങ്ങനെ കാണുന്നത്. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നത് എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നിസാരമായ കാര്യമായി കാണരുത്. രക്ഷിക്കപ്പെട്ട ഞാനും നീയും പലപ്പോഴും പ്രാർത്ഥിച്ച് മറുപടി കിട്ടാതെ ക്ഷീണിച്ചു പോകുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ആമേൻ അവന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നില്ല. ആമേൻ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യുന്നില്ല? ഞാനും നിങ്ങളും അപേക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടപ്രകാരം അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അവന് പ്രസാദമുള്ളത് ചെയ്തിട്ട് യാചിച്ചാൽ നിശ്ചയമായും അവങ്കിൽ നിന്ന് മറുപടി ലഭിക്കാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. തീർന്നില്ല. 1 യോഹന്നാൻ 5:15 കാണുന്നത് ഇങ്ങനെയാണ്, നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യബന്ധപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ആമേൻ. പ്രാർത്ഥനയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഐക്യത. എത്ര പേര്? 2 പേര്. കുറഞ്ഞ പക്ഷം ഭാര്യയും ഭർത്താവും അവര് 2 അല്ല 1 എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും 2 ആയിരിക്കുന്ന അനുഭവമാണ് മിക്ക ഭവനങ്ങളിലും കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലോ ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ആമേൻ അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി ആമേൻ കാതോർത്തിരിക്കുന്ന ആമേൻ കണ്ണും നട്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഭൂമിയിൽ നിങ്ങൾ 2 പേർ യാചിക്കുന്ന, എങ്ങനെ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യബന്ധപ്പെട്ട് ഹല്ലേലൂയ. സഹോദര സഹോദരി, മാതാവേ പിതാവേ, കുഞ്ഞെ, നീ അനുഭവിക്കുന്ന അത് ഈ കഷ്ടതയുണ്ടല്ലോ, ഈ വേദനയുണ്ടല്ലോ, നീ ദൈവസഭയുടെ അംഗമായി മാറിക്കഴിഞ്ഞാൽ, ഒരു ശരീരമായി കഴിഞ്ഞാൽ, ശരീരത്തിൽ ഒത്തിരി അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ ഗുണനിലവാരമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സഭയുടെ അംഗമായി കഴിഞ്ഞാൽ അവൻ നിന്റെ വിഷയം ആ സഭയിലെ എല്ലാവരുടെയും വിഷയം
വിഷയമായി മാറണം. സ്തോത്രം. നീ നിന്റെ വീട്ടിനകത്ത് നിന്റെ തലമുറയെ കുറിച്ച് ഭാരപ്പെട്ട് വേദനപ്പെട്ട് നിരാശപ്പെട്ട് ശത്രു അവരെ തകർക്കുന്നത് കണ്ട് അവൻ തകർന്നിരിക്കുമ്പോ നീ ഒരു ദൈവസഭയിൽ അംഗമാണെങ്കിൽ ആ സഭയുടെ വിഷയമായി നിന്റെ വിഷയത്തെ ഏറ്റെടുത്ത് നിന്നോടൊപ്പം ഒരുമനപ്പെട്ട് ഐക്യമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ മുഴങ്ങാൻ മടക്കുമ്പോ നിന്റെ തലമുറയെ നാശത്തിലേക്ക് വലിച്ചിഴക്കുന്ന അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന് നിന്റെ തലമുറ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് രാത്രി അവൻ എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാക്കളെ, അവൻ ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമതപ്പെട്ട ഹല്ലേലൂയ. നോക്കണമേ, ഒരുമിച്ച് ജീവിക്കേണ്ട ഭർത്താവ്, ഒരുമിച്ച് ജീവിക്കേണ്ട ഭാര്യ അകന്നുപോയി. ആമേൻ. അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ മുമ്പിൽ ഉഭയസമ്മതം ചെയ്ത് അവൻ ത്രിയേക ദൈവത്തെ ദൈവസഭയെ സാക്ഷി നിർത്തി വിവാദം ചെയ്ത് പല കുടുംബങ്ങളും ഫെയിലറായി രണ്ടും ധ്രുവത്തിലായിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി വചനം പറയുന്നു, അതെ, പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുമ്പോഴല്ലാതെ നിങ്ങൾ വേർതിരിഞ്ഞിരിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ അതെ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുതെന്ന് സത്യവേദപുസ്തകം വളരെ ശക്തമായി പഠിപ്പിക്കുമ്പോൾ ആകാശം മാറിയാൽ ഭൂമി മാറിയാൽ മാറാത്ത ദൈവവചനം നീതിയോടെ അത് നിലനിൽക്കുമ്പോൾ മനുഷ്യൻ അതിനെ കാറ്റിൽ പറത്തി അവൻ അതെ രണ്ടാക്കി രണ്ട് ധ്രുവങ്ങളിലാക്കി പിരിപ്പിക്കുവാൻ നോക്കുന്ന ദുഷ്ട പിശാചിന്റെ പദ്ധതിയെ അതിജീവിച്ച് അത് ഒന്നായി തീരണമെങ്കിൽ അവൻ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് തലമുറകളെ നാശത്തിലേക്ക് വലിച്ചിഴക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിക്കകത്ത് നിന്ന് അവൻ തലമുറയെ പുറത്തെടുക്കണമെങ്കിൽ ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഹല്ലേലൂയ അതെ ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കി ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും രണ്ടല്ലെന്ന് ഒന്നാണെന്ന് അവൻ തക്ക തുണയെ കൊടുത്ത് അവൻ ഒരുമിച്ച് ജീവിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്ന അവൻ കുടുംബ ജീവിതത്തെ അവൻ ജീവിച്ച കുടുംബത്തിൽ നുഴഞ്ഞേറിയ ദുഷ്ടപ്പിശാച് അവൻ നിന്റെ കുടുംബത്തെയും തകർത്ത് രണ്ടാക്കി പിരിപ്പിച്ച് അവൻ ഉണ്ടായ മക്കൾ രൂപമില്ലാതെ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ അത് സഞ്ചരിച്ച് അതെ ഇന്ന് നീ കണ്ണുനീരിലും ദുഃഖത്തിലും ഇരിക്കുന്നുവെങ്കിൽ നീ ഉൾപ്പെട്ട് നിൽക്കുന്ന അതെ ദൈവസഭ അതെ ഒന്നിച്ച് ഐക്യതയോടെ നിന്ന് ആ വിഷയത്തിനകത്ത് നിന്ന് അതെ നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒത്തിരി ഉദാഹരണങ്ങൾ പറയുവാനുണ്ട്. അതെ, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് കാരാഗൃഹത്തിൽ അകത്ത് കിടക്കുമ്പോ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആർക്കു വേണ്ടി? അവൻ അവരുടെ സഭയിൽ അംഗമായ പത്രോസിന് വേണ്ടി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, ആമേ, സഭ എന്ന് പറയുന്നത് 4 ഭിത്തി കെട്ടി ഉണ്ടാക്കിയതല്ല. ഏതോ മാനുഷിക ആമേൻ അതെ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ഒരു ലേബൽ ഉണ്ടാക്കി, രജിസ്ട്രേഷൻ ഉണ്ടാക്കി, കമ്മിറ്റി ഉണ്ടാക്കി, സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്ന സഭയുടെ കാര്യമല്ല. ഇന്ന് രാത്രി ഞാൻ അത് ഓർപ്പിച്ചുണർത്തുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആമേൻ ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവസഭയിലെ അംഗങ്ങൾ നിന്റെ വിഷയം കേൾക്കുമ്പോ നിനക്ക് വേണ്ടി ഇടിവിൽ നിന്ന് അതെ നിന്റെ വിഷയം അവരുടെ വിഷയമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ചില ബന്ധങ്ങളെ ഈ ദിവസങ്ങൾ ദൈവം നിനക്ക് കൂട്ടിച്ചേർക്കുമ്പോ അത് തിരിച്ചറിഞ്ഞ് അതേ പ്രാർത്ഥനയിൽ ബലപ്പെട്ട് മുന്നോട്ട് പോകുക നിനക്ക് കഴിഞ്ഞ അവൻ നീ ഒറ്റയ്ക്കല്ല. അവൻ ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്ന ദൈവജനം എവിടെയൊക്കെ ഉണ്ടോ അത് ദൈവസഭയുടെ അംഗമാണ്, നിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ്. അവൻ നീ ഒറ്റയ്ക്കല്ല. നിന്റെ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന അവൻ അനേക ലോകത്തിന്റെ അതേ വിവിധ ഭാഗങ്ങളിൽ ദൈവം നട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആ വെളിപ്പാട് പ്രാപിച്ചവർ ആരെങ്കിലും ഈ കഴിവിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമതപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഈ ഐക്യമതപ്പെടുക, ഹല്ലേലൂയ, അവൻ ഏത് കാര്യത്തിലും ഒരുമനപ്പെടുക എന്ന് പറയുന്നത് വളരെ വളരെ വിഷമകരമായ കാര്യമാണ്. ഹല്ലേലൂയ. ഐക്യമതപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ
എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, ഒരുപക്ഷെ വേണ്ടും പോലെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ അനുവദീനം അല്ല എന്ന് തോന്നുന്നു, ഇന്ന് രാത്രി കൂട്ടമായി അതെ സംശയിക്കാതെ ഏത് കാര്യത്തിലും ഐക്യമതപ്പെട്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ നിശ്ചയമായും ആമേൻ അതെ ദൈവം പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമയം. ഹല്ലേലൂയ. അവന് സ്വസ്ഥത ഉണ്ടാകത്തില്ലെന്ന്, അവൻ എപ്പോഴും ഇങ്ങനെ കാറ്റടിക്കുമ്പോ അലയുന്ന തോണിയെ പോലെ ചില നിസാര കാര്യങ്ങൾ വരുമ്പോ അവൻ ആടി ഉലഞ്ഞ് അവന്റെ വിശ്വാസ കപ്പൽ മുൻപോട്ട് പോകാതെ അവൻ നിരാശനായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നിന്റെ ജീവിതത്തിന്റെ മുമ്പിലുള്ള സകല പ്രതികൂലങ്ങളും അതേ മാറി സമാധാനപൂർവ്വം സന്തോഷത്തോടെ മുമ്പോട്ട് പോകത്തക്ക വിധത്തിൽ അതേ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ ഇറങ്ങി വരുമെന്ന് പറഞ്ഞ ആമേൻ പറഞ്ഞ എത്ര പേർ കരമടിച്ച് ആമേൻ. യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആമേൻ. അത് ഇന്ന് രാത്രി ആമേൻ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, ആരുമായിക്കോട്ടെ, നീ ഒരു അഭിഷക്തനാണോ, നീ ഒരു ശുശ്രൂഷകനാണോ, ആമേൻ, നീ ഒരു ആമേൻ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ഒരു നേതാവാണോ, ആരുമായിക്കോട്ടെ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ ആരായിരിക്കണം? ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നവൻ ആമേൻ ട്രെയിനിൽ വിശ്വാസം ഉള്ളവനായതുകൊണ്ടാണ്. പ്ലെയിൻ ടിക്കറ്റ് എടുക്കുന്നവൻ അവൻ ആ പ്ലെയിൻ ഓടിക്കുന്ന ആ ഡ്രൈവറെയും അറിയുന്നില്ലെങ്കിൽ ഒരു വിശ്വാസമുണ്ട്, പ്ലെയിൻ ഓടിക്കാൻ അറിയാവുന്നവനാ പ്ലെയിൻ ഓടിക്കുന്നത്, എന്നെ അവിടെ എത്തിക്കും. ഹല്ലേലൂയ. ചില കാര്യങ്ങൾക്ക് അറിഞ്ഞ് വിശ്വസിക്കണമെന്നേ. ഇന്ന് രാത്രി ചിലത് അറിഞ്ഞ് വിശ്വസിക്കുവാൻ നീ തയ്യാറായ, നിശ്ചയമായും നിന്റെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. യേശു അവരോട്, ആരാണവർ? പടവും വലയും വിട്ട് അവരെ അനുഗമിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാരോടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ലോകം വേണ്ട, ലോകത്തിന്റെ മോഹം വേണ്ട, ഇമ്പം വേണ്ട, അതെ ദൈവം മതി, ദൈവശക്തി മതി, നിത്യത മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നിന്നോട് ഇന്ന് രാത്രി ദൈവാത്മാവിൽ ആ ദൈവം നൽകുന്ന ദൂത് ഞാൻ കൈമാറുകയാ. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ എങ്ങനെയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്? അപ്പനോട് വഴക്കിട്ട്, അമ്മയോട് വഴക്കിട്ട്, ഡിക്ഷണറിക്കകത്തില്ലാത്ത വാക്കുകളും പറഞ്ഞു, അയ്യോ തെറ്റുപറ്റിപ്പോയി. ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുകയാണ്. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സമുദായക്കാർ കാണിക്കുന്ന പോലെ, ലോകമക്കള് കാണിക്കുന്നത് പോലെ പ്രാർത്ഥനാലയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് വായിലിരിക്കുന്ന സിസർ കുറ്റി പുറത്തോട്ട് എറിഞ്ഞിട്ട് പുകയെ ഊതിയിട്ട് കയറിപ്പോകുന്നത് പോലെ പ്രാർത്ഥന ഹോളിനകത്തേക്കല്ല, പ്രാർത്ഥനയ്ക്ക് മുഴങ്ങാൻ നടക്കുന്നതിന് വരെ വഴക്കുണ്ടാക്കി വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് മുട്ടുമടക്കുന്നതല്ല പ്രാർത്ഥന. കള്ളുഷാപ്പിൽ കയറി കള്ളും കുടിച്ചിട്ട് ആമേൻ മണം വരാതിരിക്കാൻ പല ക്രമീകരണം ചെയ്തിട്ട് ആമേൻ ആലയത്തിൽ കയറി പ്രാർത്ഥിക്കുന്ന ആമേൻ പേരിൽ ക്രിസ്ത്യാനിയായ സ്വഭാവത്തിൽ സാത്താനായ വ്യക്തിയെ പോലെ അല്ല ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കി പ്രാർത്ഥിക്കേണ്ടത്. വീട്ടിലായാലും സഭയിലായാലും എവിടെയായാലും പ്രാർത്ഥനയ്ക്ക്, ദൈവവചന ധ്യാനത്തിന്, ആരാധനയ്ക്ക് പ്രാധാന്യം നീ കൊടുക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, വിശുദ്ധരായ ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ഭയത്തോടെ വിറയലോടെ ഞാനും നിങ്ങളുമായിരിക്കണം. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പി.
ഹല്ലേലൂയ. ഇന്നലെ പറഞ്ഞ ആ വാക്ക് അവൻ നിന്നെ വേദനിപ്പിച്ചു. അവൻ അത് നിനക്ക് ക്ഷമിക്കുവാൻ, അവൻ അത് ക്രമീകരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവൻ അതേ ആലയത്തിലേക്ക് കയറിയിട്ട് അവൻ പ്രാർത്ഥിക്കുന്ന, അവൻ അതേ ആ സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞിട്ട് കയറിപ്പോയി അതേ ഇറങ്ങി വരുന്നവനെ പോലെ ഇന്ന് രാത്രി ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുകയാണ്. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്കാരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ, ഇന്നലത്തെ ഇടപാടിൽ, ഇന്നലത്തെ സംസാരത്തിൽ, ഇന്നലത്തെ പെരുമാറ്റത്തിൽ ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പി. നിങ്ങൾ ക്ഷമിക്കാനാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവദാസന്റെ വചനമൊക്കെ അങ്ങനെ ഇരിക്കും. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അവൻ ഇങ്ങനെ യാചിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ മറുപടി കിട്ടാനാ? അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അവ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്കവ ലഭിക്കുമെന്ന് വിശ്വസിക്കുക. എങ്ങനെ? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിരന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പമുള്ള അവൻ ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുന്നത് വരെ നാം വിശുദ്ധ തിരുവെഴുത്തുകളിൽ ദൈവത്തിന്റെ ആ വാഗ്ദത്ത വചനത്തെ വിശ്വസിച്ചു വേണം മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുയേശുവിൽ അവൻ വിശ്വസിച്ച് ജീവിക്കുന്നത് അവൻ ഒരു നിരന്തരമായ ഒരു യാത്രയാണെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ദൈവരാജ്യത്തിൽ അതെ വിശ്വാസത്തിന്റെ രണ്ട് തലങ്ങളുണ്ടെന്ന് ഞാൻ മുന്നമേ ഓർപ്പിച്ചല്ലോ. ആമേൻ. ചെറിയ വിശ്വാസവും വലിയ വിശ്വാസവും. ഹല്ലേലൂയ. അതെ ദുർബലമായതും ശക്തിയുള്ളതുമായ അവസ്ഥ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ അത് തുടർച്ചയായി അതെ പ്രയോഗിച്ചുകൊണ്ട് നാം വിശ്വാസം എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. അവൻ വിശുദ്ധ തിരുവെഴുത്തുകളിലാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? പൂർത്തീകരിക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഈ സത്യവേദ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അവൻ വാഗ്ദത്ത വചനങ്ങളെ കണ്ടെത്തി അത് പഠിച്ച് ബലപ്പെടുന്ന ഒരു ദൈവമൈതൻ. ആരാണോ വാഗ്ദത്തം കേട്ടത്, വാഗ്ദത്തം കേൾക്കുന്നതിന് മുമ്പ് അവരെങ്ങനെയായിരുന്നു, വാഗ്ദത്തം കേട്ട് കഴിഞ്ഞ് അവർ എങ്ങനെ ജീവിക്കുവാൻ തയ്യാറായി, അപ്രകാരം നാം നമ്മെ ദൈവകരങ്ങളിൽ അവൻ വിധേയപ്പെടുത്തുവാൻ തയ്യാറായ നിശ്ചയമായും നീ കേൾക്കുന്ന വാഗ്ദത്തം നീ പ്രാപിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിന് ദൈവം നിന്നെ ശക്തീകരിപ്പാൻ ഇടയായി തീരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അവൻ നാം ആഗ്രഹിക്കുന്നതെല്ലാം ഉൾക്കൊള്ളുന്ന തിരുവെഴുത്തുകൾ നമ്മുടെ പക്കലുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ എന്താ? അവൻ ഞാനും നിങ്ങളും അതെ ചോദിക്കുന്ന ചോദ്യം ദൈവവചനത്തിൽ നിരക്കുന്നതായിരിക്കണം. ഇതിനകത്ത് നിരക്കുന്ന കാര്യമാണ് ഞാനും നീയും ചോദിക്കുന്നതെങ്കിൽ, ചോദിക്കുന്ന ഞാനും നീയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവനെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിന് ഉടമയാണെങ്കിൽ നിശ്ചയമായും രക്ഷിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. മാതാവേ, നിന്റെ തലമുറ നിമിത്തം നീ ദേശത്ത് അപമാന വിഷയമാകത്തില്ല. ഹല്ലേലൂയ. നീ നൊന്തു പ്രസവിച്ച നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ട് നിന്റെ ദൈവത്തെ നിന്നിലൂടെ അനേകര് കാണത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, മാതാവേ, പിതാവേ, കുഞ്ഞേ, അഭിഷേകനെ അതെ ചലിക്കുന്നത് അനേകർ കാണത്തക്ക വിധത്തിൽ അവൻ നിന്റെ തലമുറയെ നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അന്ധകാരത്തിന്റെ പിടിക്കകത്ത് നിന്ന് അവരെ സ്വതന്ത്രരാക്കുവാൻ ശക്തരായ ദൈവം ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വരുവാൻ നമ്മുടെ തീരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ പ്രാർത്ഥനയിൽ ശാരീരികമായി
ആമേൻ ലഭിക്കുന്നതിന് മുമ്പ് ആമേൻ ഉത്തരം ഹല്ലേലൂയ ആമേൻ നമ്മുടെ ഹൃദയത്തിൽ വിജയക്കുറപ്പോടെ നാം എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതെ, നാം പ്രാർത്ഥിക്കുവാൻ മുഴങ്ങാൽ മടക്കുമ്പോൾ ആമേൻ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രത്യക്ഷമായി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അതെ സംഭവിക്കുന്നത് കാണുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനിരിക്കുന്ന എന്റെ നിന്റെ ഹൃദയത്തിനകത്ത് അത് ഭാവനയിൽ അതെ കാണുവാൻ കഴിയണം. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത്. ആമേൻ. തങ്ങൾ ആമേൻ ആവശ്യപ്പെട്ടത് ഇതിനകം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏതൊരു ദൈവമക്കളും ഒരിക്കലും പരാതിപ്പെടുകയോ ഉത്കണ്ഠരാകുകയോ ചെയ്യില്ല. ഹല്ലേലൂയ. എന്നാൽ ഭൗതികമായ ആമേൻ ശാരീരികമോ ആയ പ്രതിഫലം ലഭിക്കുന്നത് വരെ ദൈവത്തെ സന്തോഷിപ്പിക്കുകയും നന്ദി പറയുകയും അവനെ ആരാധിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ ആമേൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ആമേൻ സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ആരാധനയുടെ മധ്യേ ഇറങ്ങി വന്ന് നീ ചോദിച്ചതിലും നിലച്ചതിലും ആത്യന്തപരമായി നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, ആമേൻ നിന്റെ നിലനിൽപ്പിന് വേണ്ടി, ആമേൻ നിന്റെ അതേ തലമുറയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയുടെ ആമേൻ മുന്നേറ്റത്തിന് വേണ്ടി ആമേൻ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണപ്പെട്ടായി തീരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് പ്രിയമുള്ളവരെ, വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നുള്ള വിശ്വാസം നിറഞ്ഞ വാക്കുകൾ പറഞ്ഞ് ആമേൻ വിശ്വസിച്ചു കൊണ്ടേയിരിക്കുക. ആമേൻ ഉദാഹരണത്തിന് ദൈവം എന്റെ ആമേൻ ജീവിതത്തിൽ ആമേൻ അബ്രഹാമിന് വേണ്ടി ആമേൻ അത് ചെയ്തെങ്കിൽ ഹല്ലേലൂയ അവൻ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞ് വിശ്വസിക്കണം. ഹല്ലേലൂയ. റോമാലേഖനം 4-ാം അധ്യായം ആമേൻ 20-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ടിറങ്ങിയ അതേ അബ്രഹാം ക്ഷീണിച്ചു പോകത്തക്ക വിധത്തിൽ അനേക പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നു. വർഷങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അവന്റെ ശാരീരിക സ്ഥിതിയൊക്കെ മാറി. അവന്റെ ഭാര്യയുടെ ആമേൻ അത് ഗർഭപാത്രം നിർജീവമായി പോയി. മാനസിക ബുദ്ധി കൊണ്ട് കാൽക്കുലേഷൻ ചെയ്തു ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന്. ഇന്ന് രാത്രി നിന്റെ മാനസിക ബുദ്ധി ആമേൻ പിശാച് കയ്യിലെടുത്ത് അതെ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നീ ഇനി പ്രാർത്ഥിക്കണ്ട, നീ ഇനി വിശ്വസിക്കണ്ട, കാരണം നടക്കത്തില്ല. അത് ബുദ്ധിയുടെ പ്രമാണമാ. എന്നാൽ ആത്മാവിന്റെ പ്രമാണം ഇന്ന് രാത്രി നിന്നോട് വാദിച്ച് അതെ നിന്നെ ജയിച്ച് മുമ്പോട്ട് പോകത്തക്ക വിധത്തിൽ ബുദ്ധിയുടെ പ്രമാണത്തെ ആമേൻ ഇല്ലാതാക്കി ആമേൻ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ആമേൻ വാഗ്ദത്തം ചൊല്ലിക്കൊണ്ട് നടക്കുന്ന നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് ആമേൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ ഹല്ലേലൂയ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ശക്തമായ വിശ്വാസം ലഭിക്കുന്നത് വരെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കൂ എന്നതിനു വേണ്ടി ദൈവവചനം അത് കേൾക്കുകയും വായിക്കുകയും ഗ്രഹിക്കുകയും വായിക്കുകയും പഠിക്കുകയും അത് വിശ്വാസത്താൽ പറഞ്ഞ് അതേ ചുവടുകൾ മുമ്പോട്ട് വെക്കുവാൻ തയ്യാറായ നിശ്ചയമായും ആമേൻ നീ കേട്ടത് നീ പ്രാപിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 17:21 ഇങ്ങനെ കാണുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒന്നും അസാധ്യമാകുകയില്ല. ഒരിക്കൽ യേശു കർത്താവിനോട് തന്റെ ശിഷ്യന്മാരോട് ചെന്ന് ചോദിച്ചു, എന്തുകൊണ്ട് ഞങ്ങൾക്കത് സാധ്യമായില്ല? ഞങ്ങൾ ശിഷ്യന്മാരല്ലേ? ഹല്ലേലൂയ. യേശു കർത്താവ് അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാണുന്നില്ലെങ്കിൽ നീ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം വേർതിരിക്കുക. ഹല്ലേലൂയ. നീ ദൈവത്തോട് അടുക്കുവാൻ ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അടുക്കുന്ന ആമേൻ നിന്നെ വിട്ട് സാത്താൻ ഓടിപ്പോകുവാനിടയാകും. ഹല്ലേലൂയ. നിന്നിലുള്ള ജഡിക സ്വഭാവങ്ങൾ, നിന്നിലുള്ള ദൈവികമല്ലാത്ത ചിന്തകളെല്ലാം നിന്നെ വിട്ട് പോകുവാൻ
ഉപവാസവും പ്രാർത്ഥനയും നിമിത്തം സംഭവിക്കും. ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ എന്തിനാ ഉപവസിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. ഉപവാസവും പ്രാർത്ഥനയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിന്നിൽ ഇഴുകിച്ചേർന്നിരിക്കുന്ന ജഡിക സ്വഭാവങ്ങൾ നിന്നെ വിട്ട് മാറി നീ പക്ക ഒരു ആത്മീയനായി മാറും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വത്തോടെ ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ബോധങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തന്നേ, ഉപവസിച്ച് മടുത്തന്നേ. എന്തിനാ ഉപവസിക്കുന്നേ, എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഹലോ, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങൾ ഉപവസിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ബോധങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ ഉപവാസം പരാജയപ്പെടാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ദൈവഹിതത്തിനൊത്തവണ്ണമായിരിക്കട്ടെ ഉപവാസം, നിങ്ങളുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. പണക്കങ്ങളെല്ലാം ഇണക്കങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. നിരാശകളെല്ലാം സന്തോഷമായി മാറട്ടെ. രമ്യതപ്പെടേണ്ടവർ രമ്യതപ്പെടട്ടെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 17:20 ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവനവരോട് നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ അല്പവിശ്വാസം? ഇതുവരെ ശരിയായ വിശ്വാസം അകത്ത് വന്നിട്ടില്ലെന്ന്. ഹല്ലേലൂയ. ശരിയായ വിശ്വാസം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട, ഭാര്യയെ വിശ്വാസമില്ല, ഭർത്താവിന് വിശ്വാസമില്ല, ആരും നിനക്ക് വിശ്വാസമില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പി, ദൈവത്തിൽ വിശ്വസിപ്പി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആ കരമടിച്ചൊന്ന് കർത്താവിനെ മഹത്വം കൊടുക്കും. ഉറങ്ങുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉറങ്ങാതിരുന്ന് ആമേൻ ദൈവത്തെ സ്തുതിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച് എന്ത് യാചിച്ചാലെന്ന് പറഞ്ഞാൽ അനീതിക്ക് കൂട്ടുനിൽക്കുന്നവനല്ല ദൈവം. ദൈവഹിതത്തിനും ദൈവത്തിന്റെ കൽപ്പനയ്ക്കും ദൈവത്തിന്റെ പ്രമാണത്തിനും നിരക്കുന്നത് ചോദിച്ചാൽ യാചിച്ചാൽ. ഹല്ലേലൂയ. നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരാകയാ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടി പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കും. നീ യാചിച്ചാൽ, നീ കൽപ്പിച്ചാൽ അത് സംഭവിക്കുവാൻ പോകുകയാ. നിന്റെ തലമുറയെ നാശത്തിലേക്ക് വലിച്ചിടയ്ക്കുന്ന അന്ധകാരത്തോടെ നീ ശാസിച്ചാൽ ആമേൻ അത് അവരെ വിട്ട് മാറിപ്പോകുവാൻ ഇടയായിത്തീരും. ആമേൻ. നിന്റെ കുടുംബത്തിനകത്ത് അനർത്ഥം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചിന്റെ പ്രവൃത്തികളെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ നീ കൽപ്പിക്കുമ്പോ അത് മാറിപ്പോകുവാൻ ഇടയാകും. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ എത്ര കർത്താവിന് മഹത്വം കൊടുക്കും. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ആക്കി വെച്ചിരുന്നു അനുഗ്രഹീതനായ അഭിഷക്തൻ യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങൾ അവനെ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. നീതിയോടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നവരെ വിശ്വസിക്കാത്തവരുണ്ടെന്ന് ഇന്നും അന്നും എന്നും. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ട് നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല. കാര്യം മനസ്സിലായവരുണ്ടെങ്കിൽ ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങൾ അവനെ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. ശരിയായ കാര്യം പറഞ്ഞു വരുന്നവരെ വിശ്വസിക്കാതെ അവരെ അകറ്റി നിർത്തുന്ന അനേകർ ഇന്നും അന്നും ലോകത്തുണ്ട്. അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു,
ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ട് നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തെ എന്ത് ചെയ്തില്ല? അനുഭവിച്ചില്ല. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 17 മുതലുള്ള ചില വേദഭാഗങ്ങൾ വേഗത്തിൽ വായിച്ച് ഞാൻ ഉപസംഹരിക്കുവാനായിട്ട് പോകുകയാണ്. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവന് ശ്വാസമില്ലാതായി. ഇന്ന് രാത്രി വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ. എന്താ വീട്ടുടമക്കാരിയെ കുറിച്ച് പറയുന്നത്? വീട്ടിലെ നാഥൻ അവിടെ പോയി. എല്ലാവരും പറയുന്നത് വീട്ടിലെ ഗ്രഹനാഥനെയല്ലേ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞെ, സഹോദര, സഹോദരി, നിന്റെ വീട്ടിന്റെ ഗ്രഹനാഥൻ ആരാ? അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ. ആമേൻ. അവൻ അപ്പനില്ലാതെ വിധവയും മകനുമായി കഴിയുന്ന ഒരു കുടുംബത്തിന്റെ കാര്യമാ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ ഭർത്താവ് നിന്നെ വിട്ടിട്ട് പോയോ? അതെ, ഭർത്താവ് നിനക്ക് മുൻപേ പ്രിയം വെച്ച ആ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടോ? അതോ ആമേൻ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുതെന്ന് വചനം പറയുമ്പോൾ അത് ദുഷ്ട പിശാച് നിങ്ങളെ പിരിച്ച് അകറ്റി അതേ തകർത്തോ? ശ്രദ്ധിച്ചേ. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ചു കിടപ്പിലായി. ഹല്ലേലൂയ. മകൻ കിടപ്പിലാകുന്നതിന് മുമ്പേ ആ കുടുംബത്തിലേക്ക് തിസ്ബയിൽ നിന്ന് തിസ്ബനായ ഏലിയാവിനെ കെരീത്ത് തോട്ടിൽ ഇരുന്നപ്പോ എഴുന്നേൽപ്പിച്ച സ്വർഗത്തിലെ ദൈവം അവരുടെ വീട്ടിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവന് ശ്വാസമില്ലാതായി. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവന് ശ്വാസമില്ലാതായി. ഇന്ന് രാത്രി നിന്റെ മകൻ നഷ്ടപ്പെടുന്നതിന് മുന്നമേ നീ യഥാസ്ഥാനപ്പെട്ട ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് ചേർത്ത് നിർത്തേണ്ടവനെ ചേർത്ത് നിർത്തി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുവാൻ നീ തയ്യാറാണെങ്കിൽ അത് നിന്റെ കണ്ണുനീരിനെ മറികടക്കാത്ത സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ തലമുറയെ അതെ നിത്യജീവൻ ഓഹരിക്കാരനാക്കി മടക്കിക്കൊണ്ടുവരുക ദൈവം എന്ന് പറഞ്ഞ ഇന്ന് രാത്രി അപ്പോൾ അവൻ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നോക്കണേ, ഞാനും എന്റെ മകനും ഇനി മരിക്കാനേ ഒക്കത്തുള്ളെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരുന്ന ആ കണ്ണുനീരും ദുഃഖവും അവൻ തളം കെട്ടി നിന്ന ആ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുവാൻ അവൻ അവരുടെ ആത്മഹത്യ എന്ന് പറയുന്ന ആ ടെൻഡൻസിയെ ഇല്ലായ്മയാക്കുവാൻ അവർക്ക് മുൻപോട്ട് ജീവിക്കത്തക്ക വിധത്തിൽ അവൻ ഓപ്പണിംഗ് ഒരു ഉറവയെ അവരുടെ കുടുംബത്തിനകത്ത് അവൻ ആ കലവറയ്ക്കകത്ത് ആ മാമു കുഴയ്ക്കുന്ന തൊട്ടിക്കകത്ത് തുറക്കുവാൻ ഭക്തനായി ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. എന്നാൽ അപ്പോഴൊക്കെ സന്തോഷത്തോടെ ആയിരുന്ന ആ സഹോദരി അവൻ ചോദിക്കുകയാണ്, അവൻ അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നതെന്ന് പറഞ്ഞു. തൊട്ട് അടുത്ത വാക്യങ്ങളിൽ, മുകളിലത്തെ വാക്യങ്ങളിൽ അവൻ നമ്മൾ കാണുന്നത് ആ കുടുംബത്തിൽ ആ മരണമെന്ന നാശത്തിൽ നിന്ന് അതെ ജീവനിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുവാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹീതനായ അഭിഷേകത്തിന്റെ മുഖത്ത് നോക്കി അവൻ ചോദിക്കുകയാണ്, ആമേൻ, ഹല്ലേലൂയ, ദൈവ പുരുഷനെ, എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? ഒരു ചോദ്യം. ആ ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട് കേട്ടോ. എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. ആമേൻ. അവൻ അവളോട് നിന്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു.
അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കട്ടിലിന്മേൽ കിടത്തി. അവനെ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ് കിടന്ന്, എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. അവൻ ജീവിച്ചു. ഇന്ന് രാത്രി അവനൊരു ക്രമീകരണം നിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചാൽ, ഹല്ലേലൂയ, അവൻ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ക്ഷമിക്കുവാൻ തയ്യാറായാൽ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞ് ക്രമീകരിക്കാൻ തയ്യാറായാൽ, അവൻ അത് നിന്റെ തലമുറ നശിക്കുന്നതിന് മുമ്പേ അവൻ യഥാസ്ഥാനപ്പെട്ട് അതെ പ്രാർത്ഥിക്കുക, അതെ ഒരുമനപ്പെടുവാൻ തയ്യാറായാൽ, പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയിലൂടെ ദേശം കാണെ വെളിപ്പെട്ടു വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞു. എത്ര പേർ കരമടിച്ച് മഹത്വം കൊടുക്കും. ആമേൻ. സ്ത്രീ ഏലിയാവോട്, ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികമുറിയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്നു അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഏലിയാവ് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്. നീ നൊന്ത് പ്രസവിച്ച നിന്റെ തലമുറയെ പിശാച് അതേ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാ. റബ്ബർ പന്ത് തട്ടിക്കളിക്കുന്നത് പോലെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാ. അത് കണ്ടിട്ട് പല രാത്രിയിലും ഉറക്കം നഷ്ടപ്പെട്ട എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും പറഞ്ഞ് നിരാശയോടായിരിക്കുന്ന മാതാവേ, ഇന്ന് രാത്രി നിന്നോട് സ്വർഗം ഇടപെടുകയാ. പിതാവേ, ദൈവം നിന്നോട് ഇടപെടുകയാ. കൂടപ്പറപ്പേ, ദൈവം നിന്നോട് ഇടപെടുകയാ. ഇന്ന് രാത്രി അത് നിന്റെ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുക. അവൻ ഒന്ന് ക്രമീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി അത് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി അയക്കുമെന്ന് തെളിവായി ആമേൻ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ അതെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആമേൻ അതെ രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നുവെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി അഭിഷക്തന്മാരെ, ആമേൻ, നീ ആരാണെന്ന് ആമേൻ അത് ഒരു സിഗ്നേച്ചർ വിടാൻ പോകുകയാ. നീ ഒരു അഭിഷക്തനാണോ? സ്ത്രീ ഏലിയാവിനോട് നിന്നെ നോക്കി അനേകർ പറയാൻ പോകുക, നീ ദൈവപുരുഷൻ നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നുവെന്ന് നിനക്കെതിരെ ശബ്ദമുയർത്തിയവർ, നിനക്കെതിരെ ചോദ്യം ചോദിച്ചവർ, നിനക്കെതിരെ വിരൽ ചൂണ്ടിയവർ കാണെ നീ ആരെന്ന് ദൈവം വെളിപ്പെടുത്തുന്ന രാത്രി അഭിഷക്തന്മാരെ ഈ ശ്വാസമുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. നാളുകളായി നീ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളില്ലേ? നാളുകളായി നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആമേൻ വിഷയമില്ലേ? നീ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ അത് 18-ാം അധ്യായം 42 മുതൽ ആമേൻ ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ആദാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറി. ഹല്ലേലൂയ. ഇന്നും മല കയറി പോകുന്ന ഒത്തിരി പേരുണ്ട് അല്ലെ? പല മലകളിലും കയറുന്നവരുണ്ട്. എന്നാൽ ആദാബ് എന്ന് പറയുന്ന രാജാവ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറി പോയത്. പലരും മല കയറുന്നത് എന്തിനാ? മോശ മല കയറി 40 രാവും 40 പകലും അവൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. അവൻ ഭക്ഷണം പോലും കഴിക്കാതെ. പണ്ട് കാലത്ത് ഋഷിമാരൊക്കെ അതെ സന്യസിക്കുവാൻ പർവ്വത ശിഖരങ്ങളിൽ കയറുക പതിവായിരുന്നു. എന്നാൽ ഇവിടെ ആദാബ് ആമേൻ ദൈവമയമില്ലാത്തവൻ. ചില നാട്ടിലും ചില പാടത്തും ചിലരൊക്കെ തമ്പടിക്കാറില്ലേ? ഇവിടെ ഇതാ ആദാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ഭാര്യക്കാരനോട്, നീ ചെന്ന് കടലിൽ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെയും 7-ാം പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം കൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റുകൊണ്ടും കറുത്ത് വൻമഴ പെയ്തു.
ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. ഹല്ലേലൂയ. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കുകയും കൊണ്ട് ആമേൻ ഇസ്രായേൽ എത്തും വരെ ആഹാബിന് മുമ്പേ ഓടി. ഹല്ലേലൂയ. ഇന്ന് രാത്രി അഭിഷക്തനെ, നീ ആരാണെന്ന് വെളിപ്പെടുവാനാണ്. നിന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയ ദേശത്ത് നീ ഒരഭിഷക്തനാണ്. നിന്റെ വാക്ക്, നിന്റെ പ്രസംഗം, നിന്റെ പ്രാർത്ഥന ആമേൻ അതേ അനുഗ്രഹമായി അനേകർക്ക് വിടുതലായി മാറിക്കൊണ്ടിരിക്കുമ്പോ, നിനക്കെതിരെ ശത്രുപക്ഷം ഉയരുമ്പോ, ശത്രുവിന്റെ മുമ്പിൽ അവൻ നിന്റെ ദൈവം, അവൻ ജീവിക്കുന്ന ദൈവമെന്ന് ഒറ്റയ്ക്ക് നിന്ന് വെളിപ്പെടുത്തുന്ന അനുഭവത്തിലായിരിക്കുക നിന്റെ ദൈവം കണ്ടിരിക്കുന്നതെങ്കിൽ നീ തളരണ്ട, നീ ഭാരപ്പെടേണ്ട, നീ ക്ഷേമിക്കണ്ട. അതെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി അതേ കാണത്തക്ക വിധത്തിൽ ആമേൻ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പോകുന്നു എന്ന് പറഞ്ഞു. ആമേൻ ഒരു ചെറിയ മറുപടി ആയിരിക്കാം ആമേൻ പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിന്മേൽ നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ അത് നീ വിശ്വസിക്കുക. അതൊരു വലിയ മഴയായി പെയ്യുവാൻ പോകുക. ഇന്ന് രാത്രി അത് ആമേൻ കടപിടിച്ച് കർത്താവിന് മദത്ത് കൊടുക്കും. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെയാണ്. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഹല്ലേലൂയ വിശ്വാസം ആമേൻ ഒന്ന് വർദ്ധിപ്പിച്ചു തരുവാൻ എത്ര പേര് കർത്താവിനോട് ആവശ്യപ്പെടും. ഹല്ലേലൂയ. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോട് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കണ്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോകാ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഹല്ലേലൂയ. നോക്കിക്കേ, ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക്, എലീശയുടെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ മറുപടി കൊടുത്ത ദൈവം. അങ്ങനെ പ്രാർത്ഥനയുടെ അതേ ആ മറുപടി പ്രാപിച്ച അനേകരെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്നലകളിൽ ഞാനും നിങ്ങൾ പ്രാർത്ഥിച്ച എത്രയോ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു. ഹല്ലേലൂയ. ഇന്ന് കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ എത്ര പേര് ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തിനായി നന്ദി. ഹല്ലേലൂയ. പരാതിപ്പെടുന്നതും ആവലാതി പറയുന്നതും വിഷമിക്കുന്നതും നിർത്തി കർത്താവേ, നിന്നെ ആഴത്തിൽ വിശ്വസിക്കുക, എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ കർത്താവിനോട് ആവശ്യപ്പെട്ടു. ദൈവമേ, നിന്റെ വാഗ്ദാനങ്ങളല്ല എന്റെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നത് വരെ ദൈവമേ അങ്ങ് വിശ്വസിക്കുവാൻ, അതെടുത്ത് അനുസരിക്കാൻ എന്നെ സഹായിക്കണം. ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവാൻ, ഒന്ന് ക്രമീകരിക്കപ്പെടുവാൻ. ആ ഏലിയാവിനെതിരെ ശബ്ദമുയർത്തിയില്ലേ? ഇന്നലെ ഏലിയാവ് നിന്റെ ആ ചിന്തയെ ഇല്ലാതാക്കാൻ ദൈവം ഉപയോഗിച്ചു. നിന്റെ നിരാശ മാറ്റാൻ ദൈവം ഉപയോഗിച്ചു. എന്നിട്ടും ഏലിയാവിനെതിരെ ചില ചോദ്യവുമായി ആ സ്ത്രീ, കുടുംബത്തിന്റെ നാഥയായ സ്ത്രീ, അവളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ആ മകന്റെ വിഷയത്തിന്മേൽ ഏലിയാവിന്റെ പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ച് ഹല്ലേലൂയ അവൾ സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി ഏതെല്ലാം മേഖലകളിൽ ക്രമീകരിക്കപ്പെടുവാനുണ്ടോ അവിടെ ഒരു ക്രമീകരണത്തിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറയും. അവന്റെ കൽപ്പനകളെല്ലാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് എന്ത് യാചിച്ചാലും ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകും. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചുവെന്ന് അറിയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യബന്ധപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. നിങ്ങൾ ക്ഷമിക്കാനാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. കണ്ണുകളെ അടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. എലിയാവ് ഞങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു, പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തില്ല. ഇന്ന് രാത്രി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ, ആ ദീനമായി കിടന്ന മകൻ മരിച്ചു. ആമേൻ. എലിയാവിന്റെ പ്രാർത്ഥന ആ ദീനത്തിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കുവാൻ തക്കോണം ഇടയായി. ഹല്ലേലൂയ. കർത്താവേ, സഭ ഐക്യബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് ഇറങ്ങി വരുവാനിടയായി. ഹല്ലേലൂയ. പത്രോസ് കാരാഗൃഹത്തിൽ ആയിരുന്നപ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പത്രോസ് വിടുവിക്കപ്പെട്ടു. ഇന്ന് രാത്രി ഒരുമനപ്പെട്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ആമേൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും മക്കളുമായി ഒരുമനപ്പെടുവാൻ കഴിയാതെ അവരെ പീഡിപ്പിച്ച് നിർത്തിയിരിക്കുന്ന എല്ലാ ഇരുളിന്റെ വ്യാപാരങ്ങളും അങ്ങ് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച് നീങ്ങിപ്പോകുവാൻ കൽപ്പിക്കുകയാണ്. കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, വ്യക്തികൾ സ്വതന്ത്രമാകട്ടെ, തലമുറകൾ സ്വതന്ത്രമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും മറുപടി പ്രാപിച്ച് സന്തോഷിപ്പാൻ സ്വർഗം സഹായിച്ചാണ്. നമ്മുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തലമുറകളില്ലാത്തവർക്ക് തലമുറകളുണ്ടാകും, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകട്ടെ, കടഭാരങ്ങൾ മാറിപ്പോകട്ടെ, ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാകട്ടെ, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകട്ടെ, ഉറക്കമില്ലാത്തവർക്ക് ഉറക്കമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങളും വിട്ടുമാറും. ദൈവിക സമാധാനം, ദൈവിക സന്തോഷവും പ്രാപിക്കട്ടെ. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. രാത്രി ഈ ലൈവിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിനുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായിത്തീർന്നെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും വിടുതൽ പ്രാപിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ് 9744703489 എന്ന നമ്പറിൽ ആമേ നിങ്ങൾ SMS ആയി അയക്കുകയോ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുകയോ. സ്നേഹതീരം പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ മെസ്സേജ് യൂട്യൂബിൽ കാണുവാൻ കഴിയും. ഷിജു ജോസ് എന്ന് ടൈപ്പ് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ലഭിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ഗോഡ് ബ്ലസ് യു. ദൈവം അനുവദിച്ചാൽ നാളത്തെ ഉപവാസ പ്രാർത്ഥനയിൽ സിസ്റ്റർ ഷീജ ഷിജു ദൈവവചനം ശുശ്രൂഷിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യുന്നതായിരിക്കും. 11:30 മണിക്ക് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി